ഞാൻ പറഞ്ഞില്ലേ ഈ 24 വർഷത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന 2 ആക്സിഡന്റുകളിൽ ഒന്നാണത്. അപ്പോൾ അതൊരു വലിയൊരു പീരീഡിന് ഇടയ്ക്ക് നടന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് മാത്രം നമ്മളത് കണ്ടാൽ മതി. കാര്യം മറ്റു പൈലറ്റുകൾ, മറ്റു രാജ്യങ്ങളിലെ പൈലറ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയിൽ വരെ ഇന്ത്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. UK ഉള്ള പൈലറ്റുകൾക്ക് ഇന്ത്യ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ പൈലറ്റുമാരുടെ കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ മികവിലോ ഒന്നും നമ്മൾ സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മാനോവറിംഗ് എന്ന് പറയുന്നൊരു സംഭവം വെറുതെ ജസ്റ്റ് ഫ്ലൈയിങ് അല്ല. ഒരു വിമാനം തലകുത്തനെയും അത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്കി പിന്നെ സ്പൈറൽ ഫോർമേഷൻ അങ്ങനെ പല രീതിയിൽ എടുക്കുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ വളരെ ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി നമുക്ക് ആ ബാലൻസ് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൈലറ്റുമാർ അതിന് ട്രെയിൻഡ് ആണ്. ഇത്തരം അവസരങ്ങൾ നമ്മളെ ട്രെയിനിങ്ങിൻ്റെ മികവിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് MiG-20 ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള മാനോവറിങ്ങിൻ്റെ ഇടയ്ക്കാണ്. റെഗുലർ ഫ്ലൈയിങ്ങിൻ്റെ ഇടയ്ക്കല്ല, മാനോവറിങ് വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് നടന്നു പോകുന്നത്. ഇതൊരു സാധാരണ സംഭവമായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ വെച്ച് ഒരു രാജ്യത്താണ് നടന്നെന്നുള്ള രീതിക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് എനർജി വെപ്പൺ ഉപയോഗിച്ചിട്ടുണ്ടോ, ലേസർ വെപ്പൺ ഉപയോഗിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇന്ത്യ അതെല്ലാം വിശദമായിട്ട് പരിശോധിക്കുമെന്നും